ക്ലൂ തരുന്നതുകൊണ്ട് ഞങ്ങൾ റൗണ്ടിനിട്ടിരിക്കുന്ന പേരാണ് ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. ഇതെന്നതാ പറഞ്ഞത്? ഹണി. ഇത് ഹണിയോ? ഇതാണോ ഹണി? അമ്മച്ചിയുടെ പേരെന്നാന്ന് പറഞ്ഞേ? എന്റെ ചെല്ലാമ്മച്ചി. അയ്യോ ദാരിദ്ര്യം. ഇതിന് എഴുതിയ സാധനമാണ്, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണോ അല്ലെ? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അഴകേ അഴകേ ഒരു മഴവിൽ നിറമേ ഇനി എൻ മിഴികൾ ഒരു നിഴലായി നിൻ വഴിയേ. നന്നായിട്ട് പാടി. ഞാൻ പറഞ്ഞില്ലേ, മോൻ നന്നായിട്ട് പാടുന്നോണ്ട് തന്നെ മറ്റേ വേറൊരു ഒരു പാട്ട് ഇന്നും തെറ്റിച്ച് പാടുന്ന ഒരു പാട്ട് പാടുന്നുണ്ട്. അച്ഛനത് ഭയങ്കര സന്തോഷമുള്ള. അച്ഛൻ 50 വർഷമായിട്ട് ഒരു കടയിൽ ജോലിക്കുന്നതാണ്. അത് എവിടെ? എറണാകുളത്ത്. എറണാകുളം മാർക്കറ്റിന്റെ അകത്താണ്. അച്ഛനെയൊക്കെ ആദരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. വേറെ 50 വർഷത്തിന് മീതായിട്ട് ഒരു കടയിൽ തന്നെ വർക്ക് ചെയ്യണം. അപ്പൊ അച്ഛന്റെ ലോകം ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന അവിടെ തന്നെയാണ്. അവിടെ വെയ് രാജാ വെയ് എന്ന് പറയുന്ന നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് നമുക്കിട്ട് നന്നായിട്ട് വെച്ച് ഉള്ള പൈസ എല്ലാം കൊണ്ടുപോകാണ്. ദൈവമേ, നീ മുടിഞ്ഞ് വെണ്ണീറാവുള്ളടി, നീ മുടിയത്തോളടി. നിനക്ക് എന്നെ അറിയാൻ മേലാത്തോണ്ടാ ഞാൻ എന്നാ ചെയ്യുന്നത്? എനിക്ക് എഴുത്തും വായന അറിയാൻ മേലാത്ത നിന്റെ ഭാഗ്യമാന്ന് വെച്ചോടി. അല്ല, നിന്റെ പേരെഴുതി വെച്ചിട്ട് ഈ ചല്ല ചത്തേല് ഞാൻ മുടിയാനായിട്ട് ചത്തിട്ടുള്ള കാര്യമുള്ളൂ. എന്റെ ദൈവമേ, എനിക്കറിയാൻ മേല. എന്റെ പൊന്നു ദൈവമേ, ആരോട് ഞാൻ പറയാനാന്ന് പറയോ? ദൈവമേ, ഇന്ന് ചെല്ല ചത്ത് മുടിയാൻ വേണ്ടി പോവാ ചെല്ല. ഇനി ഞാൻ ഈ ലോകത്തില്ല ചെല്ല. ഇനി ഇല്ല ചെല്ല, ചാകാൻ പോവാ മുടിയാനായിട്ട്. എൻ്റെ പുള്ളിക്കറിയത് ചേട്ടാ. അതെന്തോ പുള്ളി കാണാത്. ഇതെന്താ കാണിക്കണേ? മോനെ, ഞാനേ വീട്ടിൽ സമാധാനമില്ല കുഞ്ഞെ എനിക്ക്. അതുകൊണ്ട് ഞാൻ ഈ പുഴയെ ചാടി അങ്ങ് ചാകാൻ വേണ്ടിട്ട് വന്നാ. എന്നിട്ട് പിന്നെ നോക്കി വെച്ച് തിരിഞ്ഞു പോണെന്നെ. ഞാൻ അങ്ങോട്ട് ചാടാൻ വരുമ്പോ ചേട്ടാ അതിനകത്തുനിന്നൊരു മുഷി എന്നെ നോക്കി ഇങ്ങനെ വരുവാ. നോക്കിയാ കണ്ടോ? അതാണ് ഈ കാണുന്നത്. ഞാൻ ഇങ്ങനെ മാറുമ്പോ മുഷി പോകും. അതുകൊണ്ട് ആ കാണുന്നതാ? അത് മുഷിയല്ലത്. അമ്മച്ചിയുടെ നിഴല് തന്നെയല്ലേ ആ കാണുന്നത്? എന്റെ നടലായിരുന്നു. ഇത്രയും മുഷിഞ്ഞതായിരുന്നോടാ ഞാന്. വല്ലപ്പോഴൊക്കെ വന്ന് നോക്കണം. വല്ലപ്പോഴൊക്കെ ഈ വെള്ളം ദേഹത്തും തളിക്കണം. അപ്പോഴേ മുഷിപ്പ് മാറും. ഇതൊക്കെ തന്നെയാണ് എന്റെ കുടുംബത്തും. എന്നെ കുത്തല എന്നാന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ മരിക്കാൻ വേണ്ടി പോകും. എന്റെ വീട്ടിൽ ഒരു പൊരുത്തിയുണ്ട്, ഒരു മരുമോളെ കൊണ്ടുവന്നിട്ടുണ്ട്. മരുമോള്? എന്റെ ദൈവമേ, സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പുഴയിലങ്ങ് ചാടി ചത്തിട്ട് എന്റെ മകൻ തോണ്ട്. അതുകൊണ്ടോ അവിടെ ഒരു കാനെ ചാടി ചാകാൻ വേണ്ടി നിൽക്കാം, മകനും കൂടെ. കാണല മകനാ? എന്റെ പൊന്നമ്മച്ചി, ഈ ചീത്ത വെള്ളത്തിലൊന്നും ഇപ്പൊ ചാടരുന്ന് പറയണം. ഇപ്പൊ ചീത്ത വെള്ളത്തിന്റെ അകത്ത് ചാടിക്കഴിഞ്ഞ് ജപ്പാൻ ജ്വരം എന്ന് പറഞ്ഞൊരു അസുഖം വരും. ഈ പ്രത്യേകം ബാക്ടീരിയ ഇല്ലേ, അതിങ്ങനെ കയറി തലച്ചോറ് തിന്നും. അതാണ് അവസ്ഥ. അതോടെ ആള് തീരും. ദൈവമേ, ചാകാൻ പോകാൻ നേരത്തും കോമഡി. ആ ബാക്ടീരിയ അവന്റെ തലക്കകത്ത് കയറുവാണെന്നുണ്ട് ആ ബാക്ടീരിയ നാറി ചമ്മി ഇറങ്ങി പോകുള്ളൂ. അതെന്താ? എടാ, അവന്റെ തലക്കകത്തൊരു ശകലമെങ്കിലും തലച്ചോറുണ്ടായിരുന്നുണ്ടെങ്കിൽ അവൻ ആ പെണ്ണിനെ കെട്ടുവോ? അവള് ആലോചിച്ച് മനസ്സിലാക്കി. എനിക്കറിയാൻ മേല. എന്തായാലും തലച്ചോറുള്ള ഒരു കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ മരിക്കാൻ പോവാ കുഞ്ഞാൻ. ഈ വിഷയങ്ങളില്ലാത്തവരാരും ഇല്ല. സ്നേഹിക്കണ്ടേ കുഞ്ഞാൻ നമ്മളെ? അത് സ്നേഹിച്ചാ പോരെ, എന്നെ ചാടി ചാവുകയാണോ വേണ്ടത്? നമ്മളെ സ്നേഹിക്കാനില്ലാതെ പിന്നെ നമ്മളെ. ഞാൻ കാര്യം പറയാം. അമ്മച്ചി ഇപ്പൊ നന്നായിട്ട് സ്നേഹിക്കണം. അതിന് മകനില്ല, മരുമോളില്ല, വീട്ടിൽ ആരുമില്ല. അമ്മച്ചിയെ സ്നേഹിക്കാൻ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തന്നാ മതിയാ. എന്നെ സ്നേഹിക്കാൻ ഇനി ആളുണ്ടോ? ഞാൻ പരിചയപ്പെടുത്തി തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അലന്ന വേഷമൊക്കെ മാറ്റിട്ട് വൃത്തിയായിട്ട് അവിടെ വരണം. എന്റെ പൊന്നു കുഞ്ഞ്, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ മാറൂടാ, ഒത്തിരി മാറുമല്ലോ. പിന്നെ സുന്ദരിയായിട്ട് അമ്മ വന്നാൽ സ്വഭാവവും മാറ്റണം, വേഷവും മാറ്റണം. ആയിക്കോട്ടെ, ആണല്ലോ, ആയിക്കോട്ടെ. പോരുന്നു എന്റെ കൂടെ. നീ ആരാ? തേന്മാങ്കൊമ്പത്തിനകത്ത് മോഹൻലാലോ? ഞാൻ പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ബാ. സ്നേഹിക്കുവോ? ബാ. ഞാൻ അമ്മ ചാകുന്നില്ലെന്ന്. നമസ്കാരം. വെയ് രാജാ വെയ് എന്ന ഈ ഡിജിറ്റൽ ഗെയിം ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മോടൊപ്പം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ നമ്മുടെ സ്വന്തം ഋതിക് റോഷനാണ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇതിൻ്റെ അകത്ത് ആദ്യം കുറച്ച് പൈസ തരും. ആ പൈസ ഞങ്ങൾ ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞതിൽ തിരിച്ചു മേടിക്കും. അതാണ് ഈ പരിപാടിയുടെ ഒരു മെയിൻ പരിപാടി. അതായത് ഇതുവരെ ചെയ്യാത്ത കാര്യം റിവേഴ്സ് ക്യൂസ് ആണ്. നിങ്ങൾ തന്നിട്ടല്ലേ മേടിക്കുള്ളൂ? തന്നിട്ട് മേടിക്കണല്ലോ? ഇല്ലല്ലോ, ഒരിക്കലും അല്ല. നമ്മളത് ചോദ്യം ചോദിക്കും, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
ആ പൈസ കൈ വെച്ചോണ്ടിരിക്കുക. ബാക്കി ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന പരിപാടിയിലൊക്കെ ചോദിക്കുന്നു കൊടുക്കുന്നല്ലേ. ഇത് നമ്മൾ സേഫ് ആയിട്ട് ആദ്യമേ ഞങ്ങളുടെ കയ്യിലുള്ള ഫുൾ പൈസ തരും, അത് നിങ്ങളുടെ കയ്യിൽ വെക്കാം. ഇത്തരം ഫുള്ള് പറഞ്ഞാൽ കൊണ്ടുപോകാം. ഓക്കെ, അതാണ് നമ്മുടെ ഒരു പരിപാടിയുടെ സംഭവം. അപ്പം നമുക്കിത് തുടങ്ങാം. അപ്പം അതിന് മുമ്പേ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, വിഷ്ണുവിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന, വിഷ്ണുവിനെ ഭയങ്കരമായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മ, ഒരമ്മയ്ക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു, വിഷ്ണുവിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയിൽ വിഷ്ണു കണ്ടേ പറ്റുള്ളൂ. അപ്പം അമ്മയൊന്ന് നമുക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് അമ്മയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഈ പരിപാടി കൊണ്ടുപോയാലോ? ഓ പിന്നെന്താ, വിഷ്ണുവിൻ്റെ അനുഭവത്തോടെ ഞാൻ വിളിക്കട്ടെ? തീർച്ചയായും, പ്ലീസ്. അമ്മച്ചി പോന്നോ? എൻ്റെ പൊന്നുമാനെ, എൻ്റെ കുഞ്ഞെ നിന്നെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. എൻ്റെ കുഞ്ഞെ, എൻ്റെ എത്രയോ നാളത്തെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞെ ഞാൻ എന്തോ ആഗ്രഹിച്ചാന്നറിയോട്ടാ കുഞ്ഞെ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വെച്ച്. അമ്മച്ചി ഇവിടെ ഇരിക്കട്ടെ. ഇരുന്ന് പിന്നെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് സീറ്റ് എൻ്റെ റെഡിയാക്കിയിട്ടിരിക്കുന്നത്. പൊന്നുമാനെ, എൻ്റെ കുഞ്ഞെ നിന്റെ സിനിമ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും കാണുമെന്ന്. ഞാനിന്ന് രാവിലെ അതുവഴി പോയപ്പം ഒരിടത്ത് ചാകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു, ഒരു കനാലിൽ ചാടിയിട്ട്. വീട്ടിൽ ഭയങ്കര പ്രശ്നമൊന്നും പറഞ്ഞു. എനിക്കൊരു മരുമോളുണ്ട് മോനെ, എൻ്റെ പൊന്നുമാനെ. അവള് കാരണം വീട്ടിൽ നമുക്ക് നിൽക്കാൻ മേല. അവള് കുശുമ്പോ നോണ പറിച്ചല്ലോ. അവള് കാരണം ഞാൻ ചാകാൻ നിന്നപ്പോഴത്തോടാണ് എൻ്റെ കുഞ്ഞ് വന്ന് പറയുന്നത്, വിഷ്ണു കുഞ്ഞ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് ആരോ പറഞ്ഞ വിഷ്ണുവാണ്? വിഷ്ണു വിഷ്ണു അല്ല, പിന്നെ ഇത് മഹാവിഷ്ണുവാ. ഞങ്ങളുടെ മഹാവിഷ്ണു. എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കോ, കുഞ്ഞിന്റെ ചൈതന്യം കണ്ടില്ല. വിഷ്ണുവിന് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ട്? അല്ല, എനിക്ക് ഞാനും അമ്മയെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്റെ മനെ, അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വേണം. നമ്മൾ ഒന്നാമത്തെ കാര്യം തന്തയും തള്ളയും പറയുന്നത് കേട്ട് ജീവിക്കണം. അമ്മമാരെന്ന് പറഞ്ഞാൽ അതുപോലെയാ. അതിന്റെ ചൈതന്യം ആ കുഞ്ഞിന്റെ മുഖത്ത് കാണുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് വീട്ടില്, എന്റെ പൊന്നു കുഞ്ഞെ വാ തുറന്ന തെറിയും പച്ച തെറിയും കള്ളും കുടിച്ച് വീട്ടിൽ ബഹളമാവൻ. ഞാൻ പറഞ്ഞെന്താ, വേറെ ഒന്നുമില്ല. വിഷ്ണു ആ സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ അമ്മമാരെ പറ്റിയിട്ട്. ആ ഡയലോഗ് കേട്ട് 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 വിഷ്ണുവിനോട് ഭയങ്കര ഇഷ്ടം കൂടിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതാണ് അത്ര ഇതായിട്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ കുഞ്ഞുങ്ങളില്ല മോനെ. മോനെ നന്ന് പറഞ്ഞാൽ ഒന്ന് കേക്കട്ടെ, അമ്മച്ചി ഒന്ന് കേൾക്കാം. ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു. മറ്റേ ധർമ്മചേട്ടനെ ഞാനും കൂടി പറയണം. അതല്ലേ? അത് തന്നെ. അതെന്തായിരുന്നു? ധർമ്മജനം വെള്ളം അടിച്ച് കിടക്കുമ്പോഴത്തേക്ക് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ധർമ്മേട്ടൻ മറ്റേ അമ്മ ഫോൺ വിളിക്കുമ്പോ ചൂടാവും. കണ്ടു മോനെ, എനിക്ക് സാധിച്ചില്ല. എന്നെ കുഞ്ഞു കയറി വന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി കഞ്ഞിയുടെ വെള്ളം കുടിച്ചേച്ച് കിടന്ന്. അറിയോ? പറഞ്ഞൊന്ന് കേക്കട്ടെ, അമ്മ ഒന്ന് കേക്കട്ടെ. മറ്റേ എന്താണ്, ആരൊക്കെ ഇട്ടിട്ട് പോയാലും നമ്മൾ ഇട്ടിട്ട് പോകില്ല എന്ന് ഉറപ്പുള്ള ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ അമ്മയാടാ എന്ന് ദാസപ്പൻ പറയുമ്പോ ഞാൻ പറയും, സഹോ അത് നിന്റെ അമ്മ ഇപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് തോന്നണം കേട്ടോ. നാളെ വിളിക്കാൻ അങ്ങനെ ഒരാളില്ലാണ്ടാവുമ്പോ ഭയങ്കര സങ്കടാടാ. നീ ഇങ്ങനെ നിന്റെ അമ്മയോട് വഴക്ക് പറയില്ല കേട്ടോ നാളെ സംഭവം. എൻ്റെ മോനെ, അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നെഞ്ചങ്ങ് നീറുക. ഇപ്പോഴും ഉണ്ടല്ലോ അങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. അവൻ ഇതൊക്കെ ടി വിക്കകത്ത് വരുന്നതാണോ? പിന്നെ ഇത് കാണും, എല്ലാവരും കാണണം. എൻ്റെ മകൻ എവിടെയായാലും ഷാപ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇത് കാണണം. ഇതുപോലുള്ള കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. പക്ഷെ ഞാൻ വന്ന വേറൊരു കാര്യം കൂടെ സന്തോഷ വാർത്ത പറയട്ടെ. പക്ഷെ എൻ്റെ ഇച്ചിരി പൈസ ഉണ്ട്. അതാ ഞാൻ ഇത് പെട്ടിക്കകത്ത് എന്താ കൊണ്ടുപോയി? ഞാൻ ഇച്ചിരി പൈസ ആയിട്ട് വന്നായിരുന്നു. ആണോ? ഇത് തന്നെ ഈ പരിപാടിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ആദ്യം കുറച്ച് പൈസ. അമ്മച്ചിയുടെ പൈസയാണോ? അതാണ് ഞാൻ ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നു ഓർത്തിരിക്കുവായിരുന്നു. അപ്പൊ അമ്മച്ചിയുടെ പൈസ ഉണ്ട്. അതെന്റെ പൈസ ഉണ്ട്. ഒരു സ്പോൺസറെ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിരിക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മരുമോള് ചിട്ടി നടത്തുന്നുണ്ട് വീട്ടില്. അവള് കരക്കാരി പെണ്ണുങ്ങളെല്ലാം ചിട്ടി മേടിച്ച് വെച്ചിരിക്കുവായിരുന്നു. അത് ഞാൻ നൈസായിട്ട് ഇങ്ങനെ ചൂണ്ടി. കാര്യങ്ങൾ നടന്നു പോകണ്ടേ? ആ പൈസ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിനെന്നാ കുഴപ്പമില്ല? എന്തെങ്കിലും വിഷയം ഉണ്ടാവും ഇവിടെ? എന്നാ വിഷയം? അല്ലേ വന്നിരിക്കും, ഒരു വിഷയവും ഇല്ല. അപ്പൊ അത് ചുമ്മാ തരാൻ പറ്റുമല്ലോ. ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് പേപ്പറിൽ എഴുതിയൊന്ന് ഒപ്പിട്ട് തരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇല്ലല്ലോ, വേണം അല്ലേ? അല്ല, അത് നല്ലതായിരിക്കും. ആരും തിരക്കി വരത്തില്ല. ഒപ്പിട്ട് ഞാനിത് ഏറ്റുവാങ്ങാനുള്ളതാണ്. അതെ, ഒരു സേഫ്റ്റിക്ക്. ഇപ്പൊ ഒന്നാമതെ പൈസയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. പല രീതിയിലും വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഒപ്പിട്ട് തന്നെ തീരുവോ കർഷം? പിന്നെ ഇത് അനുപേട്ടനും കൂടി ഉള്ളതുകൊണ്ടേ ഉറപ്പായിട്ടും എന്തോ ടൈപ്പായിരിക്കും. എന്തെങ്കിലും പണി ഉണ്ടാവും. ഇതെന്നെ തൂത്ത് വൃത്തിയാക്കണം. വെള്ള പേപ്പർ അതിന് ചെളിയാക്കാതെ. അല്ല ഞാൻ ആലോചിക്കണോ? ഉപ്പ് തുമ്മി കളയുമല്ലോ. ഓ നമ്മൾ വരയ്ക്കണത് ഇത് വരയ്ക്കണം. അല്ല, കുരിശ് വരച്ച്. അയ്യോ, കുരിശടി അല്ലത്, അതെന്റെ ഒപ്പാ. എനിക്ക് നിങ്ങൾ കുരിശടിയാന്ന് പറഞ്ഞിരുന്നാട്ടാണോ? അല്ല, അങ്ങനെയല്ല വരച്ച. ഇതെന്റെ ഒപ്പ്. അങ്ങനെയാണ് എന്റെ അച്ഛൻ്റെ ഒപ്പ് കണ്ടാൽ നിങ്ങൾ എന്നാ പറയും? അതെങ്ങനെയാ? അച്ഛൻ ഭയങ്കര വിദ്യ, പണ്ടത്തെ 10ാം ക്ലാസ് അച്ഛൻ. എഴുത്തുമായനൊക്കെ അറിയാവുന്ന ആളാണ്. പിന്നെ അച്ഛൻ്റെ ഒപ്പ് എന്ന് പറയുമ്പോ ഇതാ. ഇതെങ്ങനെ ഇപ്പൊ ഇത് എങ്ങനെ ഇത് വിൽക്കാനാണോ അതോ ഓണത്തിന് മാത്രം ഇറക്കുന്ന സാധനമാണോ അത്? എന്നത്? അല്ലെങ്കിൽ മറിച്ചിട്ടിരിക്കുന്ന വെള്ളം വല്ലത് അല്ലേ? ഇറുമറിച്ചിട്ട പോലെ. ഇറുമറിച്ചിട്ട പോലെ.
അച്ഛൻ്റെ ഒപ്പം അത് അതെയോ? അയ്യോ എന്തോ ആരോ ദൂരം അത് പെട്ടെന്ന് എല്ലാവർക്കും ഇടാൻ പറ്റുമല്ലോ അതിന്. വേണ്ട, അത് എഴുതി തരണ്ട എന്തായാലും. ആ അപ്പൊ ഒരു കാര്യം ഈ കുഞ്ഞിന്റെ കാര്യം നടക്കട്ടെ. അമ്മമാരുടെ സ്നേഹമുള്ള കുഞ്ഞ് ഞാൻ ഇച്ചിരി പൈസ അങ്ങ് തരും, അത്രേ ഉള്ളൂ. പൈസ ഇടും. പൈസ മേടിക്കും. അതെ. അപ്പൊ നമുക്ക് നേരെ മത്സരത്തിലേക്ക് കയറാമല്ലോ. ആ പോട്ടെ പോട്ടെ. റെഡി. ഇത് ഇത്തിരി കുഴപ്പിക്കുന്ന ചോദ്യമാണ്. നമ്മളൊരു പിക്ചർ കാണിക്കും. പിക്ചറാണ് ഇച്ചിരി എനിക്ക് കൊടുത്ത. എൻ്റെ അമ്മച്ചി മിച്ചർ അല്ല, പിക്ചർ, പിക്ചർ ആ എന്നാ പോട്ടെ പോട്ടെ. പടം. ഇത് കാണിച്ചിട്ട് അത് ഏത് സിനിമയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. അത് പക്ഷേ പെട്ടെന്ന് പറയണമെന്നില്ല. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിക്കാം. ഞാനൊരു 5 ക്ലൂ തരും. ഈ 5 ക്ലൂ കേട്ടിട്ടും പറയാൻ പറ്റിയില്ല, തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാം. പൈസ തിരിച്ചു മേടിക്കും. പൈസ ഇനി പറയാം. ഇതിൻ്റെ അകത്ത് എത്ര രൂപയാണെന്നുള്ളത് 1,00,000 രൂപ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. വിഷ്ണുവിന് തരാം. 1,00,000 രൂപയുടെ ചിട്ടിയാണ്. അപ്പൊ ആ പാവം പൈസ കളക്ട് ചെയ്ത് വെച്ചേക്കണം. ഇത് മൊത്തം ശരിയാക്കി കഴിഞ്ഞ് 1,00,000 രൂപയും കൊണ്ട് പോവാം. കൊണ്ടുപോകാം. ഓക്കെ, എന്റെ ചിട്ടി അടയ്ക്കാം. അതെ. അതെ. അപ്പോൾ നമുക്ക് മത്സരം ആരംഭിച്ചാലോ? ഓ, ഇനി ഈ മത്സരത്തിന് ഇതിൻ്റെ റൗണ്ടിൻ്റെ പേരും കൂടെ പറയാം. വ്യത്യസ്തമായ റൗണ്ടാണ്. ക്ലൂ തരുന്നതുകൊണ്ട് ഞങ്ങൾ ഈ റൗണ്ടിന് ഇട്ടിരിക്കുന്ന പേരാണ് ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു പിക്ചർ കാണിച്ചു തരാം. ആ പിക്ചർ നോക്കിയിട്ട് ഇത് ഏത് സിനിമയാണെന്ന് കൃത്യമായിട്ട് പറയണം. പറയാൻ പറ്റുമോ നോക്കി. ഇതാണ് ആ പിക്ചർ. ഒരു 5 സെക്കൻഡ് അതായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. നോക്കിക്കോ. ബാലരമ്മ. ഒരു ക്ലൂ തരാം. സംവിധായകന്റെ അച്ഛനാണ് ഈ സിനിമയുടെ നിർമ്മാതാവ്. ഒരു സംവിധായകന്റെ അച്ഛനാണ് ഈ സിനിമയുടെ നിർമ്മാതാവ്. പൈസ വീട്ടിൽ കൊണ്ടുപോകണ്ടേ? മാൻ ലുട്ടാപ്പിയ. ഒരു ക്ലൂ കൂടെ തരട്ടെ. ഒരു ക്ലൂ കൊടുത്താ. ഇളയരാജയുടെ സംഗീതമാണ്. മലയാളം പടമാണോ? ഇനി ഒരു ക്ലൂ കൂടെ തരാം. സൂപ്പർ താരങ്ങളില്ലാത്ത സൂപ്പർ ഹിറ്റ് സിനിമയാണിത്. സൂപ്പർ സ്റ്റാർ ഡിയർ കുട്ടിച്ചാത്തൻ. അതങ്ങനെ പിടികിട്ടി ഇത്ര പെട്ടെന്ന്? മൈ ഡിയർ. ഡിയറിന്റെ ഇതാണ് വെച്ചേക്കാം. നമ്മൾ ഉദ്ദേശിച്ച പോലെ എന്റെ ചിട്ടി, എന്റെ ചിട്ടി സേഫ്. അപ്പൊ ഇനി ഈ ചോദ്യത്തിന്റെ പൈസ എത്രയാന്ന് അറിയണ്ടേ? എത്ര രൂപ ഉണ്ടായിരുന്നത്? ഇത് 10,000 രൂപയുടെ ചോദ്യം. 10,000 രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ട് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന്. സന്തോഷമായില്ലേ? സന്തോഷം. എനിക്ക് ഒത്തിരി ഒന്നുകൂടെ പറയാം ഡയലോഗ്. എനിക്കത് കേൾക്കാൻ അമ്മച്ചി ഒരു സങ്കടം കൊണ്ടേ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു മോനെ. അത് ഒരു തവണ കേട്ടില്ലേ? അല്ല, മോൻ പറയുമ്പോ അതിനൊരു ഭയങ്കര ഒരു ഇതല്ലേ, ഫീലല്ലേ? പിന്നെ പിന്നെ പറഞ്ഞാൽ അത് മോശമല്ല. അല്ല, ഒന്നുകൂടെ പറയാം. അമ്മച്ചി ഒന്ന് കേൾക്കട്ടെ. പടത്തിന് വേറൊരു ഡയലോഗ് പറയട്ടെ. എന്നാ പറ. അമ്മച്ചിയുടെ പേരെന്നാന്ന് പറഞ്ഞേ? എന്റെ ചെല്ലാമ്മച്ചി. അയ്യോ, ദാരിദ്ര്യം. കിട്ടിയില്ലേ? പടത്തിലെ ഡയലോഗ് പറഞ്ഞത് ആരാ പറഞ്ഞ? മഹാവിഷ്ണു വന്ന്. അല്ല, ആരാ പറഞ്ഞ മഹാവിഷ്ണു വന്ന്? അയ്യോ, അല്ല, ആലോചിച്ച് ഒരു തള്ളയോടാണോ ഈ പറയുന്നത്? ഇത്രയും പ്രായമുള്ള ഒരു തള്ളയുടെ മുഖത്ത് നോക്കിയാണോ പറഞ്ഞത്? 10,000 രൂപ. ഇനി ബാക്കി പറ, കേക്കട്ടെ. ഇനി അത് എന്നാ ഉണ്ടാക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. ശരി, തിരിഞ്ഞില്ല. ചുമ്മാതല്ല. വീട്ടിൽ ഞാൻ നീ വായിച്ചോ അങ്ങോട്ട്. ഇത് തുടങ്ങിക്കോ. ഇത് തുടങ്ങിക്കോ. അടുത്തല്ലേ പിടിച്ചാലോ നമുക്ക്. അമ്മച്ചി അടഞ്ഞല്ലോ. എൻ്റെ ദൈവമേ, ആദ്യം വന്നപ്പോൾ എന്തോ ഒരു പാവം കൊച്ചനായിരുന്നു. എൻ്റെ ദൈവമേ, കുറച്ചു നേരം കഴിഞ്ഞ് പാണ്ടാ കളി അങ്ങ് മാറി. പടത്തിലെ ഡയലോഗ് ഒന്ന് ചോദിച്ചപ്പോഴാ. അപ്പം പടത്തിലെ ഡയലോഗല്ലേ പറഞ്ഞത്? ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചു പറയാം. മനസ്സിൽ നിന്ന് വരുന്നൊന്നും അല്ലല്ലോ അത്. ചോദിക്കാം അങ്ങോട്ട്, കേൾക്കട്ടെ. എങ്ങനെ പുതിയ പടത്തിന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെ? ഒരുപാട് സിനിമകൾ ഉണ്ടെന്ന് അറിയാം. ഏതൊക്കെയാണ് പുതിയ പടങ്ങൾ? നാദർഷക്കായിട്ട് കട്ടപ്പനയ്ക്ക് ശേഷം നാദർഷക്ക ഞാൻ ഒരുമിച്ച് ചെയ്ത സിനിമ. എവിടെയാ? കട്ടപ്പനയിൽ എവിടെയാ? എനിക്കറിയാലോ. കട്ടപ്പന എന്നുള്ള സിനിമയ്ക്ക് ശേഷം. കട്ടപ്പന ഋതിക് റോഷൻ സിനിമ കണ്ടിട്ടില്ല. ഞാൻ കട്ടപ്പന, നമ്മുടെ അച്ഛൻ്റെ വീട് കട്ടപ്പനയില്ല. മുണ്ടിയേരുമ എന്ന് കേട്ടിട്ടുണ്ടോ? മുണ്ടിയേരുമ അവിടെയാ, തൂക്കുപാലത്തിന് താഴെ. അവിടെ അച്ഛൻ വീട്. പിന്നെ ഏലമല്ലായിരുന്നു? ഏലത്തിന്റെ പരിപാടിയല്ലായിരുന്നു? സ്ഥലപ്പേരാ. എന്നിട്ട് ആ പടത്തിന് മാജിക് മഷ്റൂംസ്. മാജിക് മഷ്റൂം എന്നാണ് പടത്തിന്റെ സിനിമ. ശരി. ആരൊക്കെയാണ് കൂടെ അഭിനയിക്കുന്നത്? ഒരുപാട് പേരുണ്ട്. ജാഫർക്ക് ഉണ്ട്, അരിശ്രേ ശോഭൻചേട്ടനുണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്. അതിനകത്ത് എന്തോ വേഷം എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. നായകനാണ് വിഷ്ണു ആ സിനിമയില്. അപ്പൊ എന്തായാലും കട്ടപ്പന ഋതിക് റോഷൻ പോലെ ഒരു ഹിറ്റ്. മറ്റൊന്ന് ഒന്നുകൂടി പറഞ്ഞ് ആ ഡയലോഗ് ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. അത് പോയി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല. ആടാ ചേട്ടാ, ഇത് കൊള്ളാം. ഇതിനേക്കാളും എൻ്റെ മോൻ എന്നെ സ്നേഹിക്കുമല്ലോ. അവനിക്ക് കള്ളു കുടിച്ചാൽ എന്നെ വീട്ടിൽ കിടന്ന് വേളം എന്നെ തല്ലിയാൽ തന്നെ കുഴപ്പം. അവൻ ഇതിനേക്കാളും അന്തസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കേൾക്കുന്നുണ്ടല്ലോ. അവൻ ഷാപ്പിലിരുന്ന് മുഴുവൻ കാണും. അവൻ കാണട്ടെ കുഞ്ഞെ. എടാ, സ്വന്തമാടാ എപ്പോഴും സ്വന്തം. ചോരയ്ക്ക ചോരയുടെ വേദന അറിയുള്ളൂ. വിഷ്ണുവിനെ കുറിച്ച് എന്താ പാട്ടൊക്കെ എഴുതി എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്ത് പാട്ട് എഴുതി? എന്തൊരു പാട്ട് എഴുതി എന്നൊക്കെ പറഞ്ഞു വിഷ്ണുവിനെ കുറിച്ച്. നിമിഷമായിട്ട് അത് നേരത്തെ ചോദിക്കണമായിരുന്നു. ഇനി വേറെ വരി മാറിയിട്ടുണ്ടാവും. പാട്ട് അതറിഞ്ഞില്ലേ? ഇല്ലില്ല.
അയ്യോ ഈ കൊച്ചൻ്റെ ഒരു പാട്ട് കാരണം വീട്ടിൽ ഒരു കല്യാണ വീട് നിന്ന് കത്തിക്കേണ്ടതായിരുന്നു അറിയോ? ഇതെന്നാ വിഷയം? അതേത് പാട്ട്? ഏത് പാട്ടെന്നോ? കല്യാണ വീടോ? ആണെന്ന്. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ കല്യാണം നടക്കുമായിരുന്നു. എൻ്റെ അച്ഛനാണെങ്കിൽ ഈ മറ്റേ ഈ ട്യൂബ് ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ട്, മൈക്ക് സെറ്റിൻ്റെ പരിപാടിയുണ്ട്. പുള്ളി ട്യൂബ് കെട്ടാൻ വേണ്ടി കയറിയപ്പോൾ നിൻ്റെ ഒരു പാട്ട് അവിടെ ഇട്ട്, ആടണ കണ്ടാലും ചാടണ പിന്നെ അവിടെ കിടന്ന് ബഹളം ആടിയും ഇല്ലാത്തതെല്ലാം അവിടെ നടന്നു. അതിനെന്താ അതിന് പാട്ടുപാടി എന്ന് പറഞ്ഞപ്പോ എന്നെ കുഴപ്പം? അച്ഛനെ കളിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ എങ്ങനെ കളിയാക്കുക? ആ പാട്ടിട്ടുണ്ട് എങ്ങനെ കളിയാക്കളി? അത് ഞാൻ ചിന്തിക്കണം. നിക്കറ് വീട്ടിൽ ഇട്ടിട്ട് പോയാൽ പോലെ അത് ഇട്ടോണ്ട് ചെന്ന് കയറണമായിരുന്നു. അല്ല പിന്നെ അത് ശരി. ആ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ പാട്ട് ചിലപ്പോ വിഷയമായിട്ടുണ്ട്. അത് അസ്ഥല, അത് പാട്ടിന്റെ കുഴപ്പമല്ല. അച്ഛനോട് പറയണായിരുന്നു അതല്ലേ കൃത്യം. ഞാൻ ഈ പറഞ്ഞത്. റൈറ്റ്. അപ്പം ഇതിന് മാജിക് മഷ്റൂം, പിന്നുള്ള സിനിമ പിന്നെ ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞിട്ട് ഓട്ടം തുള്ളൽ, നമ്മള് മാർത്താണ്ഡൻ ചേട്ടൻ ഡയറക്ടർ. നമ്മുടെ ബിനു തൃക്കാക്കരയുടെ രചന. മാറ്റി ബിനു ശശിറാം എന്നാക്കി. ഇപ്പൊ അതിൽ ഉറപ്പിച്ചോ? ഇപ്പൊ ഉറപ്പിച്ചെന്ന് പറഞ്ഞ അത് ശരി. കൺഫേം ചെയ്യാൻ ഒന്നുകൂടി വിളിച്ച് ചോദിക്കണം. അതെ, ഇനി അടുത്ത പടത്തിൽ പേര് മാറ്റമില്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും ഒരുപടി നല്ല പടങ്ങൾ അടിപൊളിയാവട്ടെ, സൂപ്പറാവട്ടെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത പൈസ ഇതിലേക്ക് കയറിയാലോ പതുക്കെ? അപ്പൊ അടുത്ത ചോദ്യം നമ്മൾ ഈ പറയുന്ന സിനിമയുടെ പേര് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ഇത്തിരി ഈസി ആയിരിക്കാം. ഈസി ഒന്നും അല്ലാതെ അല്ലാത്തത് കൊടുക്ക്. പൈസ അല്ല കൊണ്ടുപോകും, ചുമ്മാതെ കൊണ്ടുപോകുന്ന കിട്ടുന്നതാണോ പൈസ? അത് നമ്മളിത് ഉണ്ടാക്കണല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അമ്മച്ചി. പറ അങ്ങോട്ട്. അമ്മച്ചി കലിപ്പ് മൂടായി. അതെ. അപ്പോൾ നമ്മുടെ ഈ റൗണ്ടിൽ അടുത്ത ചോദ്യം ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. ഈ സിനിമ ഇത് ഏത് സിനിമയാണെന്ന് പറയാം. അറിയാമെങ്കിൽ പെട്ടെന്ന് പറയല്ലേ, ബിൽഡപ്പ് ചെയ്തിട്ട് വേണം പറയാൻ. ഇതിൽ നായകന്റെ കഥാപാത്രത്തിന്റെ പേര് സൂര്യൻ എന്നാണ്. അറിയാമെങ്കിൽ പതുക്കെ പറഞ്ഞാൽ മിക്കവാറും അമ്മച്ചി ഇന്ന് ഇവിടുന്ന് അമ്മച്ചിക്ക് ഒരു ഓപ്ഷൻ കൊടുക്കാം. എനിക്ക് എഴുതാക്കാൻ വായിക്കാനും അറിയാൻ മേലത്തെ ഞാനത് തന്നെ നോക്കി പറയാലോ. ഈ ചിഹ്നം കണ്ടറിയാൻ പാടില്ലേ? ഈ പെൺകൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പാടില്ലേ? അത് ഏത് പെൺകൊച്ചാന്ന് മനസ്സിലായോ? ഷീലയുടെയാണ്, ഇളയ കൊച്ചാണോ അത്? ഷീലയുടെ ഇളയ കൊച്ചിന് ഈ കളറാണോ? അല്ലല്ലോ. പിന്നെ ഇത് ആരെയെന്ന് എനിക്ക് മനസ്സിലായില്ല. ചുമന്ന പെൺകുട്ടിയാണോ ഇതിന്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി? അതായത് തത്സമയം പെൺകുട്ടി. ഓഹോ, ഇത് ക്ലൂ പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ ഒറ്റ ക്ലൂത്തിന് സംഭവം പൊളിക്കും. അപ്പൊ നമുക്ക് ഈ റൗണ്ട് പതുക്കെ മാറ്റി പിടിക്കാം. അതല്ലേ ഞാൻ പറഞ്ഞ കാശ് നമ്മൾ അത് നമ്മളാ എറിഞ്ഞേക്കുന്ന കാശ്. ഇതിപ്പോ ഈ പാവം മറ്റേ മരുമോളുടെ കാശല്ലേ? ആ എന്ന് പറഞ്ഞ പൈസക്ക് അതിന്റെ വിലയില്ലേ? അപ്പൊ ചോദ്യം ഇത്തിരി കൂടെ കട്ടിയാക്കേണ്ടിയിരിക്കുന്നു. അതല്ലേ പറഞ്ഞു അങ്ങനെ കൊടുക്കാം, അങ്ങനെ കൊടുക്കാം, അങ്ങനെ അങ്ങ് പോലെ. അപ്പൊ ഈ ചോദ്യത്തിന്റെ പൈസ എത്രയാണെന്ന് അറിയണ്ടേ? ശരിയാക്കിയ സ്ഥിതിക്ക് 2000 രൂപയുള്ളൂ. എന്തോ ചാട്ടം പൈസ ആദ്യം പറയണോട്ടോ, ശരിയാക്കി കഴിയുമ്പോ. അല്ല, ഇതിൽ ഞങ്ങൾ അത് തെളിവുണ്ട് കേട്ടോ. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൈസ. ഞാൻ ഇപ്പൊ പറയണല്ല. ഓർത്തേ ഇതങ്ങ് ചുമ്മാ കിട്ടുമല്ലേ? 10,000 കിട്ടുന്നൊക്കെ ഓർത്ത് വലിയ കാര്യത്തിൽ അയ്യോ ബിൽഡപ്പ് ഒക്കെ ഇട്ട് പറഞ്ഞ 2000 കൊണ്ടുപോയിട്ട് നിൽക്കുക. പോട്ടെ. അതെ, പോട്ടെ പോട്ടെ പോട്ടെ, ക്ഷമിച്ചുകളാ. അതിന് അടുത്ത പിടിക്കുക, കേക്കട്ടെ, അടുത്ത കൊടുക്ക്. ഉടക്ക് മാറ്റുന്നേ, സ്നേഹത്തിൽ ജീവിക്കാം നമുക്ക്. പിന്നെ ഞാൻ ഇതിന് രണ്ടാമത്തെ കിട്ടിയപ്പോഴേ എനിക്ക് സ്നേഹം തുടങ്ങിയല്ലോ. വേറെ കാര്യം ചോദിച്ചോട്ടെ. ഈ വിഷ്ണു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മായാവി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് സഹതാരമായിട്ടാണ് അഭിനയിച്ചത്. അതിൽ സലിംകുമാർ ഏട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് സലിംകുമാർ ഏട്ടൻ നല്ല സ്റ്റാർ, ഇന്നും സ്റ്റാർ തന്നെയാണ് സലിംകുമാർ ഏട്ടൻ. അല്ല, ഞാനൊരു മാറ്റം പറയാം. പിന്നീട് ഞാൻ ഫസ്റ്റ് അഭിനയിക്കണ എന്റെ വീടപ്പൂന്റെ സലിമേന്റെ കൂടെ കോമ്പിനേഷനിലാണ് അഭിനയിച്ചത്. ഉണ്ടല്ലേ? അങ്ങനെ ഒരു കണക്ഷൻ കിടപ്പുണ്ട്. അല്ല, പിന്നീട് വിഷ്ണു നായകനായി കട്ടപ്പന രതികൃഷ്ണൻ, അതിൻ്റെ അകത്ത് സഹതാരമായിട്ട് സലിമേട്ടൻ അഭിനയിച്ചു. എങ്ങനെയാണ് അതിന്റെ ഒരു സലിമേട്ടനോടുള്ളൊരു നമ്മുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സലിമേട്ടൻ നമ്മളോട് പെരുമാറുന്നത്? ഭയങ്കര വൈബാണ് സലിമേട്ടൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എനിക്കും വിപിനും ഒക്കെ ഞങ്ങൾക്ക് ജീവനാണ് പുള്ളി എന്ന് പറഞ്ഞാൽ. അപ്പൊ അല്ല, എല്ലാ പടങ്ങളിലും ഉണ്ടല്ലോ സലിമേട്ടൻ. അതെ, പുള്ളി ഒരു ലെജൻഡാണ്. അതെ അതെ. പുള്ളീനെ വെച്ചിട്ട് നമ്മള് ഒരു സംഭവം എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% അതിന്റെ മുകളിലായിരിക്കും പുള്ളി ഡെലിവറി ചെയ്യണത്. പുള്ളിയുടെ ഒരു മീറ്ററിലാണ് നമ്മള്. സിനിമ നടനല്ലേ? അതെ, ഡെലിവറി ചെയ്യുന്ന കാര്യം പറഞ്ഞു. അത് ശരി. അല്ല, അതറിയണ്ടേ? പുള്ളി ഇടക്ക് മറ്റേ കൊറിയർ സർവീസിന് അതാ ഞാൻ ചോദിച്ചത്. അത് കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്തിട്ട് പുള്ളി ഡയലോഗ് പറയൂലേ, അതിനാണ് ഡെലിവറി എന്ന് പറയുന്നത്. സിനിമാക്കാരാണല്ലോ. അത് അമ്മച്ചി അത്രയും പിടിച്ചില്ല. ഒറ്റ ഡെലിവറി മാത്രമല്ല, ശരി പോട്ടെ, ഇതും കൂടെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ പ്ലസ് ഒരു നമ്മുടെ പരിചയത്തിലുള്ള ഒരു ചേട്ടൻ എന്നുള്ള നിലയ്ക്ക് ആത്മബന്ധം, ആ ഒരു ബന്ധവും നമുക്ക് സലിമേട്ടനോടുണ്ട്. ഭയങ്കര സ്നേഹമാണ്. അതെ അതെ. അല്ല, സലിമേട്ടൻ എനിക്കൊന്ന് മറ്റ് പടങ്ങളിലൊക്കെ സ്കോർ ചെയ്യണേക്കാളും കൂടുതൽ നിങ്ങളുടെ പടങ്ങൾ കട്ടപ്പനയിലൊക്കെ അടിപൊളി സംഭവമല്ലേ ചെയ്തത് സ്കോർ. അതെ, നമ്മുടെ ഈ കഥാപാത്രത്തെ കൂടുതൽ അറിയുകയും സലിമേട്ടനെ കൂടുതൽ അറിയുമ്പോഴായിരിക്കും
അതൊരു ഗ്യാപ്പിന് ശേഷമായിരുന്നു കട്ടപ്പനയിൽ ഋതിക് റോഷനിൽ സലിമേട്ടൻ വരുന്നത്. അതെ. അപ്പൊ പുള്ളിയുടെ എൻട്രിയിൽ തന്നെ നമ്മൾ വെച്ചിരുന്ന ഡയലോഗ് അതാണ്. ആ അതെ മറ്റേ അതെ തിരിച്ചു first ഇത് വരുമ്പോ വരും. ആരംഭത്തിലെ അപമാനം എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ. അതെ 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 കറക്റ്റ്. ഇനി എൻ്റെ ഇടയിൽ ചോദിക്കാവോ എന്ന് അറിയത്തില്ല, എന്നാലും ഒന്ന് ചോദിക്കുവാ. ആ. മനേടാ എന്നെയും കൂടെ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കും, എങ്ങനെയും ആരുടെയും കൈയും കാലും ഇപ്പൊ അല്ലേലും സിനിമയിൽ അമ്മ വേഷം കുറവാണ്, അറിയാലോ ഇല്ലേ? അമ്മ വേഷങ്ങൾ പൊതുവെ ഇപ്പൊ കുറവുണ്ട് മലയാള സിനിമയിൽ. അങ്ങനെ ഒരു പരാതി ഉണ്ട് ചിലർക്ക്. ഒരു പരാതി ഉണ്ട്, അതെ പക്ഷെ വേഷങ്ങളുണ്ട്, വേഷങ്ങളുണ്ട്. അതൊക്കെ ഉണ്ട്. അതാകുമ്പോ ഉള്ള എനിക്ക് വേഷങ്ങളൊക്കെ ഈ അമ്മയ്ക്കുള്ള വേഷം ഉണ്ടാവും. ഇത് നല്ല തറവാടിയായിട്ടുള്ള അമ്മയൊക്കെ ഉണ്ടല്ലേ, എന്നെ വിളിച്ചോ, ഞാൻ വന്ന് ചെയ്യും. ക്ഷയിച്ച തറവാട് ആണെങ്കിൽ കുഴപ്പമുണ്ടോ? വലിയ കുഴപ്പമില്ല. ഓക്കെ. രാവിലെ തുളസിക്കതിരൊക്കെ വെച്ചിട്ട് നനഞ്ഞൊക്കെ വരുമല്ലേ അമ്മമാര്, മറ്റേ അങ്ങനത്തെ വേഷം ഞാൻ ചെയ്യും. നനഞ്ഞു വരുമല്ലേ? ആ നനഞ്ഞ് നല്ല നനഞ്ഞ് ഈറനോട് വന്ന് തുളസി തൈയൊക്കെ തല. എന്ത് ടൈപ്പ് പടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത് ശരി, അപ്പൊ എനിക്ക് അങ്ങനെ വേഷം ചെയ്യാൻ പറ്റുമല്ലോ സിനിമയിൽ. പിന്നെന്താ? ഏത് പടം ഉദ്ദേശിക്കണം അമ്മച്ചി? അല്ല, നല്ല തറവാട്ടിലൊക്കെ നിലവിളക്കൊക്കെ വെച്ച് കത്തിച്ച് കയറി വരുമല്ലേ. അതൊക്കെ okay. അങ്ങനെ സാധനം പിടിക്കാവൂ. ആ അത് കുഴപ്പമില്ല. ഏത് നടനൊപ്പം അഭിനയിക്കണം ആഗ്രഹം? അതിപ്പോ മോന് ഇപ്പൊ ടൊവീനോയോ ടൊവിനോണെങ്കിൽ നോക്ക്, ഓക്കെ. അവൻ പറ്റുവാണെങ്കിൽ നോക്ക്, അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബനോ ടോവിനോ എന്ന് തന്നെ പറയത്തുള്ളൂ. ആണോ അല്ലേ? ആ. എന്നാ കുഴപ്പമില്ല, എന്റെ മോനായിട്ട് അഭിനയിക്കാൻ പുള്ളി പറ്റില്ല. ഒന്നും കാസ്റ്റിങ്ങിലൊന്നും ഇടപെടൂല. ആ കാസ്റ്റിംഗ് ഇടപെടുന്ന ഇഷ്ടമാണോ? അത്രേ ഉള്ളൂ. കാസ്റ്റിംഗിൽ ഇടപെടുന്ന ഇഷ്ടമാണോ അമ്മച്ചിയുടെ? ഇല്ല, എനിക്ക് ജാതി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല മോനെ. ഞാൻ ജാതിയാ ഇത് പറയണ എല്ലാം ഓപ്പോസിറ്റ് എന്തോ ആണല്ലോ. പറഞ്ഞ മോനെ. കാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ കാസ്റ്റിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മള് കഥാപാത്രത്തെ ഇതില് കൊടുക്കുമല്ലോ, ഓരോരുത്തർക്കും ഒരു കഥാപാത്രം, ഇന്ന കഥാപാത്രം ഇന്നയാള് ചെയ്യണമെന്ന്. ആ ആ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ അതിൽ ഇടപെടുന്ന ഇഷ്ടമാണോ? എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല മോനെ. എനിക്ക് അത് കുഞ്ഞിലേ തൊട്ടേ ഉള്ള എൻ്റെ സ്വഭാവമാണ്. എൻ്റെ കാര്യത്തിൽ ഞാൻ അല്ലേ അച്ചായൻ, അല്ലാതെ വേറെ ഒരു മനുഷ്യൻ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അച്ചായനൊരു പടം ചെയ്യണ സമയത്ത് ആ ഓക്കെ ആയിരിക്കും. അപ്പോൾ പറഞ്ഞു പിടിച്ച് വരുന്നത്, എനിക്ക് സിനിമാ മേഖലയിൽ നിൽക്കാൻ സ്ഥലമില്ല. വരും, ചോദിക്ക ഓക്കെ. ഉയ്യോ പിന്നെ ഉടക്കി ചോദിക്ക അടുപ്പിക്കുന്നില്ല അല്ലേ? ചോദിക്ക. അടുത്ത നമ്മുടെ റൗണ്ടിലേക്ക് കയറാം. ഇത് ഈ നമ്മുടെ ക്ലൂ റൗണ്ട് തന്നെയാണ്. എൻ്റെ പേര് തലവര എന്നാണ്. ഞാനൊരു നടിയുടെ പേര് വിഷ്ണുവിന്റെ ചെവി പറയാം. അതിനെ ഞാൻ കേട്ടാ കൊള്ളുവല്ലേ? അല്ല അതുകൊണ്ടാവും, അതുകൊണ്ടല്ല. ഇത് റൗണ്ട് അങ്ങനെയാണ് അമ്മച്ചി, എന്നാലും നമുക്ക് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കാൻ പറ്റും. ഇതിൽ റോൾ ഉണ്ട്, ഈ റൗണ്ടിൽ റോളുണ്ട്. അതല്ലേ അമ്മച്ചിക്ക് അഭിനയിക്കാൻ അതിൻ്റെ അകത്ത് നല്ലോണം അഭിനയിച്ച സിനിമയെ കൊണ്ടുപോകും. അപ്പം ആ നടി ആരാണെന്നുള്ളത് വിഷ്ണു ഞങ്ങളൊരു ഇത് തരാം, ബോർഡ് തരാം, അതിൽ വരച്ച് കാണിച്ച് അമ്മച്ചിക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ വര, അതെ വരയല്ല നമുക്ക് വേണ്ടത്, അതിലെ തലവരയാണ്. അത് നന്നാക്കോ ഇല്ല എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന് ഞാനൊരു കാര്യം ചെയ്യാം, അമ്മച്ചിക്ക് ക്ലൂ കൊടുക്കാം. അപ്പൊ ഈ വരക്കണതിന്റെ ഇടയ്ക്ക് ആ ക്ലൂവിലൂടെ അമ്മച്ചി പറഞ്ഞാൽ അവിടെ വരെ നിർത്താം, പൈസ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാലോ? നോക്കാം. അപ്പൊ ഞാൻ ആ സിനിമാ നടിയുടെ പേര് ഞാൻ ചെവിയിൽ മന്ത്രിക്കാം, അത് വരച്ച് അമ്മച്ചിക്ക് മനസ്സിലാക്കി കൊടുക്കണം. അറിയാലോ ഇല്ല? അമ്മച്ചി വിഷയം രീതി പൈസ ഞാൻ തരും, അതൊന്ന് നോക്കാം. ഇത് മറ്റേ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് പെരുമാറില്ല. ഒന്നുമില്ല. ആ അപ്പൊ ഞാൻ പേര് പറയട്ടെ, ചെവി പറയാൻ പോവാണ്. ആ പറഞ്ഞു പറഞ്ഞു. എൻ്റെ ആണോ? അല്ലല്ല, അല്ല അവിടെ നിന്ന് പറഞ്ഞു ചെവി കേൾക്കൂല്ലോ. അത് വേണ്ടാത്ത വന്നിട്ട് ആ അല്ലേ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വരയ്ക്കണം. ഞാൻ അതൊന്ന് കാണട്ടെ, അതൊന്ന് കാണട്ടെ. അല്ല ക്ലൂ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഒന്ന് വരച്ചിട്ട് ക്ലൂ കൊടുക്കാം, അതായിരിക്കും നല്ലത്. ഒന്ന് ആലോചിച്ച് കണ്ടു വേണം വരയ്ക്കാൻ. എനിക്കൊരു ഐഡിയ കിട്ടിയുണ്ട് വരയ്ക്കാൻ. ആണോ? ഒരു ക്ലൂ തരാം. ആ പറ. നായികയാണ് സിനിമയിലെ. അല്ല പിന്നെ സിനിമാ നടിയാവുമല്ലോ. അല്ല അതല്ലാതെ എത്രയോ പേരുണ്ട് സഹനടിമാരില്ലേ, അവരൊക്കെ സിനിമ നടിമാരല്ലേ അല്ലേ? വരയ്ക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ. ഇറച്ചിയായിട്ട് ബന്ധമുണ്ട് ഈ നടിക്ക് കേട്ടാ. അതെന്തുവാ അങ്ങനെ പറഞ്ഞ്? കടയുണ്ടോ? അതൊക്കെ പറയാം. മനസ്സിലായി. ആദ്യ സിനിമയുടെ സംവിധായകൻ വിനയൻ സാറാണ്. ഇത് എന്നതാന്ന് എനിക്ക് വര പഠിച്ചിട്ടുണ്ടോ മോനെ? അല്ല ഉണ്ടോ? ആ ക്ലൂ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെ, ആദ്യ സിനിമയുടെ സംവിധായകൻ വിനയൻ സാറാണ്. ഇതെന്തോ ഒരു സാധനം, ഇതിന്റെ ഒരു സാധനം ഒഴുകി പോകണ്ട. അതും ആദ്യത്തെ വാക്ക്, ഇത് രണ്ടാമത്തെ വാക്ക്. അതെ, ഇതെന്ത് പോവാ? അതെ ഡീറ്റെയിൽ കൊടുക്കരുത്, പറയണം. ഈ നടുക്കത്തെ എന്തുവാ ഇത്? ഇത് രണ്ടും കൂടി ചേർന്നിട്ടാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ ഞാനോർത്ത് പള്ളിയിൽ പോകുന്ന കൊച്ചായിരിക്കും. അതെന്തുവാണ് അത്? ചേന. ഇനി ഒരു ക്ലൂ തന്നാൽ കൃത്യമായിട്ട് അമ്മച്ചിക്ക് പറയാൻ പറ്റുന്ന രീതി തോന്നുന്നു. കത്രികയായിട്ട് ബന്ധമുണ്ട് ഇല്ലേ? ഇത് എന്തുവാണ്? അഭേദ്യമായ ബന്ധമുണ്ട്. അതാ പറഞ്ഞ, കത്രികയായിട്ട് നല്ല ബന്ധമുണ്ട്. മുടിവെട്ട് കട ഉണ്ടോ അവർക്ക്?
ആദ്യം പറഞ്ഞു ഇറച്ചിക്കട ഉണ്ടെന്ന് പറഞ്ഞു. ഇത് മനസ്സിലായിട്ടും പറയാതിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. നോക്ക് പറ, അറിയാമെങ്കിൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അമ്മച്ചി പറഞ്ഞു. ഹണി റോസ് ആണോ? അതെങ്ങനെ പിടി കിട്ടിയ അമ്മച്ചിക്ക്? ഹണി പ്ലസ് റോസ്. ഇതെന്നതാ പറഞ്ഞത്? ഹണി. ഇത് കണിയോ? ഇതാണോ കണി? കണി വരച്ചു വെച്ചേക്കുന്ന കണ്ടില്ലേ? ഞാൻ ആദ്യം വരച്ചു വന്നപ്പോ പേടിച്ചു പോയി സത്യം പറഞ്ഞ. എന്താ വരച്ചു പോണെന്ന് എനിക്കറിയാൻ ഞാനിങ്ങനെ ഇത് എന്നതാന്നുള്ളത് ഞാൻ ഈ ആലോചിച്ചത്. അതങ്ങനെ റോസൊക്കെ പിടി കിട്ടിയല്ലേ? റോസാ പിടി കിട്ടി എനിക്ക്. പിന്നെ ഈ സാധനം എന്നെ കുഴപ്പിച്ചു കളഞ്ഞത് മോനെ. എനിക്ക് ലോകത്തിലാകെ വരക്കാൻ അറിയുന്ന ഒരു സാധനം ഇതായിരുന്നു ഈ പൂവിന്റെ. ഇപ്പൊ കറക്റ്റ് ആയില്ല അമ്മച്ചിയുടെ ആ ഡൗട്ടൊക്കെ അങ്ങ് മാറിയില്ലേ? ഇവന് എന്നെ കൊടുക്കണം. ആ ചോദ്യത്തിന് എത്ര രൂപയായിരുന്നു എന്നുള്ളതാണ് ഇനി അറിയാം. ശരിയാക്കിയ സ്ഥിതിക്ക് നമ്മള് വില കുറയ്ക്കുന്നത്. എന്നാ കൊടുക്കേണ്ട വരും? എന്നാ കൊടുക്കേണ്ട വരുമായിരിക്കും? 5000 രൂപയുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിലൊരു 2500 രൂപ അമ്മച്ചിക്ക് കൊടുക്കാം. കാരണം പുള്ളിക്കാരി കൃത്യമായി ഉത്തരം പറഞ്ഞത് കൊണ്ടാണല്ലോ. പിന്നെ അത് വേണം. കാരണം അല്ല എനിക്ക് വേണ്ട, ഞാൻ 5000 എടുത്തു. അത് ഇതിന് മാത്രം പണി എടുത്തതല്ലേ അപ്പൊ അത് പോട്ടെ. 5000 കൊച്ചിനും കൊടുത്തു തരും കേട്ടോ. അത് കൊടുക്കാം. താങ്ക് യു. അപ്പൊ അത് രക്ഷപ്പെട്ടു പോന്നു. അപ്പൊ ഇതൊക്കെ മാന ഇതൊക്കെ പറഞ്ഞു. വീട്ടില് പിള്ളേർ എത്ര പേരാ? 3 പേര്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടായിരുന്നു കുഞ്ഞിനെ എന്തോ ഇരട്ടക്കുട്ടികളാണ്. കുഞ്ഞുങ്ങളുടെ പേരൊക്കെ എന്നാ? മാധവ്, വിനായക്, കാർത്തികേയ. കാർത്തികേയ മെടുക്കായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അമ്മയൊക്കെ തിരക്കിന്ന് പറയണം കേട്ടോ. അവള് കൊച്ചെടുക്കുന്നു. സുഖമായിട്ടിരിക്കാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ. അത് 3 പേര്. കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടല്ലേ? അങ്ങനെയാ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ തള്ളമാർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ.